ഈത്തയെ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കി വാതിലടച്ച് അലീനയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. നമ്മുടെ വല്യപ്പച്ചൻ പോയതിൽ പിന്നെ അലീനയ്ക്കാണെങ്കിൽ മിണ്ടാനോ പറയാനോ സംസാരിക്കാനോ ആരും തന്നെ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണല്ലോ അവിടേക്ക് റീത്തയും സ്റ്റാലിൻ്റെ മകളും വന്നെത്തുന്നത്. അലീനയാണെങ്കിൽ അവരെ തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. കാരണം അലീന മുറിയിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള സ്റ്റാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും അന്വേഷിക്കാതെ ഇടപെടാതെ അലീന മുറിയിൽ തന്നെ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഇവിടെ റീത്തയാണെങ്കിലോ സ്റ്റാലിനെ കുറ്റപ്പെടുത്തി കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മക്കളോട് യാതൊരു സ്നേഹവും, മക്കൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തവൻ ഇപ്പോൾ ഒരു മകളെ പൊന്നുപോലെ നോക്കുന്നു. കൊള്ളാടാ സ്റ്റാലി, ഇത് എന്ത് അന്തസ്സാടാ എന്ന് ചോദിച്ച് കളിയാക്കാണ്. ദേ റീത്താമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നീ നിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്ന് സ്റ്റാലി ഓർമ്മിപ്പിക്കുമ്പോൾ, നീയല്ലേടാ ആദ്യം നിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തത്, അതെന്താണ് നീ ആലോചിക്കാത്തത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിന്നെപ്പോലുള്ള ഒരു വൃത്തികെട്ടവനെയാണല്ലോ തൻ്റെ പെങ്ങൾ വിവാഹം കഴിച്ചത് എന്നോർത്ത് തനിക്ക് ലജ്ജ തോന്നുകയാണ് എന്ന് റീത്ത പറയുന്നു. ഇത്ര ലജ്ജിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എന്നിൽ നിന്ന് രക്ഷിച്ചോളൂ, വിവാഹമോചനത്തിന് ശ്രമിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്ത് സുഖമാണ് സ്റ്റാൻലി നിനക്ക് ഇതെല്ലാം പറയാനായിട്ട്. നീ ഒന്നും ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇപ്പോൾ എൻ്റെ മോള് തന്നെയാണ് വലുത്. അവൾക്ക് വേണ്ടി എന്തും ആരെയും എന്തിനേയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആരോട്? റീത്തയോട് പറയുമ്പോൾ, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്ന് റീത്ത ചോദിക്കുന്നു. എല്ലാവരെയും ഉപേക്ഷിച്ച് മകളുമായിട്ട് എന്ത് ചെയ്യാനാണ് നിൻ്റെ പദ്ധതി, തീരുമാനമെന്ന് റീത്ത ചോദ്യം ആവർത്തിക്കുന്നു. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകളെ സ്നേഹിച്ച് അവൾക്ക് വേണ്ട പരിചരണം കൊടുത്ത് മുന്നോട്ട് പോവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ നിൻ്റെ ബാക്കി മക്കളുടെ കാര്യമോ? അവർക്ക് സ്നേഹമൊന്നും വേണ്ടേ? നീ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയെന്നാണോ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ദേ റീത്താമ്മേ, എൻ്റെ ഭാര്യയ്ക്ക് പരാതിയില്ലാത്തടത്തോളം എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ ഭാര്യയ്ക്ക് പരാതിയും പ്രശ്നവും ഉള്ളതുകൊണ്ടാണല്ലോ സ്റ്റാൻലി ഞാനിവിടേക്ക് വന്നത് എന്ന് റീത്താമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. അല്ല, നീ അവളെ മാത്രം ഇവിടെ നിർത്താനും അവളെ മാത്രം ഇത്രയും സ്നേഹിക്കാനും കാരണം എന്താണ് എന്ന് റീത്ത ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, അവളാണെങ്കിൽ എൻ്റെ മകളാണ്. കൂടാതെ തന്നെ ഇതുവരെയും അവൾ ആരുമില്ലാതെയാണ് ജീവിച്ചത്, ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്, ഒരു അനാഥയെപ്പോലെയാണ് ജീവിച്ചത്. അവിടെയാണ് എൻ്റെ മക്കളും അവളും വ്യത്യസ്തയാകുന്നത് എന്ന് പറയുന്നു. എൻ്റെ മക്കൾ ജനിച്ച് വീണത് തന്നെ വലിയ ബംഗ്ലാവിലാണ്, ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവളെ നോക്കാനായിട്ടും ഒരുപാട് പേർ ഉണ്ട് എന്ന് പറയുന്നതും കാണാൻ കഴിയും. ഈ മകളോ എൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് 23 വർഷക്കാലം അവളൊരു അനാഥാലയത്തിൽ അനാഥയെപ്പോലെ ജീവിക്കുകയായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയതുമായ കാര്യം എന്ന് പറയുന്നു. ഇതേ സമയം അപ്പോൾ നീ നിൻ്റെ ഭാര്യയോടും മക്കളോടും ചെയ്യുന്നത് ഒരു ക്രൂരതയായി, ഒരു സങ്കടമായി നിനക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. സത്യം പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒരു മാറ്റത്തിനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച് വരുന്നത്. അപ്പോഴാണ്
എനിക്കിങ്ങനെ ഒരു മക്കളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അവളെ സ്വീകരിക്കാതെ ഉപേക്ഷിക്കാനും ഇനിയും അവളെ തെരുവിലേക്ക് വലിച്ചെറിയാനും എനിക്ക് ആഗ്രഹമല്ല, എനിക്കതിന് കഴിയില്ല, സാധിക്കില്ല എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, അപ്പോൾ നിൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന് റീത്ത ചോദിക്കുന്നു. ദേ റീത്താമേ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ കാട് കയറി പോകേണ്ടതില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? അലീനയെ പുറത്താക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ അവളെ പുറത്താക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അവളെ പുറത്താക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എങ്കിൽ എനിക്ക് അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് റീത്ത പറയുന്നു. റീത്ത അത് പറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകളെ വിഷമിപ്പിച്ചാൽ, അവളുടെ മനസ്സിനെ നോവിച്ചാൽ നിങ്ങളെൻ്റെ വേറൊരു മുഖം കാണുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റീത്തയാണെങ്കിൽ സ്റ്റാലിൻ്റെ വാക്കുകൾ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയുടെ അടുത്തെത്തിയ റീത്തയാണെങ്കിൽ അലീനയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം സഹോദരി, അതായത് സ്റ്റാലിൻ്റെ മകളെ വിട്ടുകൊണ്ട് തന്നെ അലീനയെ വിളിപ്പിക്കുകയാണ് റീതാമ്മ. അലീനയെ വിളിപ്പിച്ച് പുറത്തേക്ക് വരുന്ന അലീന ഈ പെൺകുട്ടിയെ കണ്ടതും ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ തൻ്റെ സഹോദരി തന്നെയാണ് തൻ്റെ കൺമുൻപിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അലീനയാണെങ്കിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം തിരിച്ചറിയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിനിടയിൽ റീത്തയാണെങ്കിൽ അധികം ചെങ്ങാത്തൊന്നും ഇവളായിട്ട് കൂടണ്ട മോളെ, ഇവള് നിൻ്റെ പപ്പയെ തട്ടിയെടുക്കാൻ വന്ന ഭൂതമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്തിനാണ് നിങ്ങൾ എൻ്റെ പപ്പയെ ഇങ്ങനെ പറയുന്നത്? എന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഈ വാക്ക് പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും സ്വത്ത് നിങ്ങളുടെ തട്ടിയെടുത്തോ? എൻ്റെ പപ്പ എന്നെ സ്വീകരിച്ചതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഒരനാഥയെപ്പോലെ ജീവിക്കുകയായിരുന്നു. എൻ്റെ പപ്പ തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നതിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ അതെ, നിൻ്റെ ഈ സഹോദരി എന്ന് പറയുന്നത് നേരായ വഴിക്കുണ്ടായതാണ്. നീ ആ വഴിക്കുണ്ടായതാണോ എന്ന് റീത്തയുടെ ചോദ്യം സ്റ്റാലിനെ ദേഷ്യം പിടിക്കുകയാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് റീത്താമ്മേ, മര്യാദയ്ക്ക് എൻ്റെ മകളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ പോകാമെന്ന് പറയുന്നു. നിൻ്റെ മകളല്ലേ, നിനക്ക് ഇപ്പോൾ ഇവളെ മതിയല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് നിങ്ങൾ എന്തിനാണ് പപ്പയോട് ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കുന്നത്? പലതവണയായിട്ട് ഞാൻ പപ്പയോട് പോയിക്കോളാമെന്ന് പറഞ്ഞതാണ്. ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞതാണ്. ഞാൻ പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ എന്നെ വിടാഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നെ പറഞ്ഞോളൂ, എൻ്റെ പപ്പയെ എന്തിനാണ് വെറുതെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എടി, ഇവന് പപ്പ എന്ന് പറയാൻ പപ്പയുടെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത ഇവന് തൻ്റെ മക്കളെ പോലും ഇവന് ആവശ്യമില്ല. ഇപ്പോൾ നിന്നെ മതി ഇവന് എന്ന് പറയുന്നു. ഇതുവരെയും ഇവന് 3 മക്കളുണ്ട്. ഇവൻ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, ഈ വൃത്തികെട്ടവൻ. ഇവൻ പക്ഷേ നിന്നെ ഇപ്പോൾ ഏറ്റെടുത്ത് മകളായി ഉള്ള അധികാരത്തിലൊക്കെ വളർത്താനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിനക്ക് എല്ലാം നേടിത്തരാനായിട്ട് ഇവൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. ഇതേ സമയം അലീന പറയുന്നുണ്ട്, എനിക്കതിന് ഒന്നും ആവശ്യമില്ല, എനിക്കെൻ്റെ പപ്പയെ മാത്രം മതി എന്ന് പറയുന്നു. പപ്പയോ ഇവനെയൊക്കെ പപ്പ എന്ന് വിളിക്കുന്ന നിൻ്റെ നാവ് പുഴുത്തു പോകുമെന്ന് പറയുന്നു.
അത്രയ്ക്ക് വൃത്തികെട്ടവനാണിവനെന്ന് നമ്മുടെ റീത്ത പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ പപ്പയെ ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എൻ്റെ പപ്പ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ പപ്പയെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് പപ്പ ഈ ഒരവസ്ഥയിലെത്തിയത്, ഇങ്ങനെ ചുരുങ്ങിപ്പോയത് എന്ന് അലീന പറയുന്നു. ഇതേ സമയം നിൻ്റെ പപ്പയുടെ ഗുണം നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പപ്പയുടെ ഗുണമൊന്നും എനിക്ക് അറിയേണ്ടതില്ല. കാരണം എൻ്റെ പപ്പ എൻ്റെ മുൻപിൽ വന്നതിന് ശേഷം എന്നോട് ചെയ്തിട്ടുള്ളതും എന്നോട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പപ്പ എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമാണുള്ളത്. ഒരു മകളുണ്ടെന്നറിഞ്ഞതും അനാഥയാണെന്നറിഞ്ഞതും എൻ്റെ പപ്പ ഓടി വന്ന് എന്നെ സ്വീകരിച്ചു. അതിലും വലിയ മഹത്വമൊന്നും എൻ്റെ പപ്പയ്ക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പപ്പ ഒരുപാട് പൊങ്ങച്ചവും അസൂയയും അഹങ്കാരവും ഒക്കെ ഉള്ള ആളായിരിക്കാം എന്ന് കരുതി പപ്പയുടെ ആ മനസ്സ് ഞാൻ കാണാതിരിക്കില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പപ്പ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പപ്പയെ വേണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് എൻ്റെ പപ്പയെ വേണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയരുതായിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് ആർക്കും എൻ്റെ പപ്പയെ ഇഷ്ടമല്ലെന്നാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു അലീന. തുടർന്ന് ഇനിയും ഇത്തരം സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കുമെന്ന് അലീന പറയുന്നു. എൻ്റെ പപ്പയെ വേദനിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നും അലീന റീത്താമ്മയോട് തുറന്നു പറയുന്നു. റീത്ത ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്, കൂടെ കാര്യസ്ഥനും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.